ഈ വീഡിയോയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ധാരണയിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഇൻറ്ററിം ട്രേഡ് പാക്റ്റ് അതിനെക്കുറിച്ചാണ് പൂർണ്ണമായിട്ട് നമ്മൾ നോക്കുന്നത്. മറ്റൊരു വിഷയങ്ങളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല, കാരണം ഇതിൽ അത്രമാത്രം വിഷയങ്ങളുണ്ട്. ഇത് അമേരിക്കയ്ക്ക് ഗുണകരമാണോ ഇന്ത്യക്ക് ഗുണകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമാണ്. അതേപോലെ തന്നെ രണ്ട് രാജ്യങ്ങൾക്കും ചില പർട്ടിക്കുലർ മേഖലകളെ ബാധിക്കുന്ന ചില വിഷയങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ, അതേപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ, പിന്നെ എന്തെല്ലാം മേഖലകളിലാണ് ഈ താൽക്കാലിക കരാർ സ്പർശിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ഒന്ന് നോക്കാം. ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെൻ്റ് അല്ല. ആ നെഗോസിയേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ പൂർത്തിയായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ ഡൊണാൾഡ് ട്രംപ് നമ്മളുടെ 25% പ്യുനിറ്റീവ് താരിഫ് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് പ്രത്യക്ഷത്തിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ 18% തീരുവ എന്നുള്ളത് നിലവിൽ വന്നിരിക്കുകയാണ്. അതിനെ തുടർന്നാണ് ഈ താൽക്കാലിക വ്യാപാര കരാർ ഒപ്പുവച്ചിരിക്കുന്നത് രണ്ട് രാജ്യങ്ങളും. ഇത് ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റിലേക്കുള്ള ഒരു യാത്രയാണ്, അങ്ങനെ കരുതിയാൽ മതി. അമേരിക്ക തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ അമേരിക്ക ബൈലേറ്ററൽ എഗ്രിമെന്റിലേക്ക് എത്താനുള്ള ഒരു ബ്രിഡ്ജ് ആണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ എഗ്രിമെന്റ് രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു വഴിത്തിരിവായിട്ടാണ് കരുതപ്പെടുന്നത്. ഇന്ത്യൻ MSMEയിലുള്ള എക്സ്പോർട്ടേഴ്സിന് അമേരിക്കൻ മാർക്കറ്റും അമേരിക്കൻ എക്സ്പോർട്ടേഴ്സിന് ഇന്ത്യൻ മാർക്കറ്റും ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ഇതിനകത്ത് പലർക്കും ആശങ്ക ഉണ്ടാവും, ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ കാർഷിക മേഖലകളിൽ, ഏതൊക്കെ ഏരിയകളിലാണ് ഇന്ത്യക്കുള്ളിൽ ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, അതുപോലെ ഏതൊക്കെ മേഖലകളിലാണ് ഇന്ത്യക്ക് ഗുണം ചെയ്യാൻ പോകുന്നത്. ഇതായിരിക്കും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യയിലേക്ക് അമേരിക്കൻ പ്രോഡക്റ്റുകൾ ഇറക്കുമതി ചെയ്യാൻ നിലവിൽ നല്ല രീതിയിലുള്ള തീരുവയുണ്ട്. അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പല മേഖലകളിലും അതുണ്ട്. അപ്പോൾ അതിൽ വളരെ നിർണായകമായിട്ടുള്ള ചില മേഖലകളിൽ ഇന്ത്യ അമേരിക്കൻ താരിഫ് റെസിപ്രോക്കൽ ബേസിസിൽ എന്താണോ അമേരിക്ക നമ്മുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യുന്നത് അതേ താരിഫ് ലെവലിലേക്ക് കുറച്ച് കൊണ്ടുവരാൻ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അതായത് ഈ 18% തന്നെ കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ സെക്ടറുകളാണെന്ന് നോക്കി കഴിഞ്ഞാൽ മിഷനറീസ്, പ്ലാസ്റ്റിക്സ് ആൻഡ് റബ്ബർ, ഓർഗാനിക് കെമിക്കൽസ്, ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽസ്, ലെതർ ആൻഡ് ഫുട്വെയർ, ഹോം ഡെക്കേഴ്സ്, അത് ഹൗസ് ഹോൾഡിൽ ഉപയോഗിക്കുന്ന ഇന്റീരിയറിന് ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് സാമഗ്രികൾക്കും നമ്മൾ അമേരിക്കൻ പ്രോഡക്റ്റിന് താരിഫ് കുറയ്ക്കുകയാണ്. അതുപോലെ ആർട്ടിസണൽസ്, ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സ്, ഇതിനെല്ലാം നമ്മൾ അമേരിക്കൻ പ്രോഡക്റ്റിന് താരിഫ് കുറയ്ക്കുകയാണ്. താരിഫ് 0% ആക്കുന്നില്ല. റെസിപ്രോക്കൽ ബേസിസിൽ നമുക്ക് 18% ആണെന്നുണ്ടെങ്കിൽ അവർക്കും 18%, നമുക്ക് 15 ആണെന്നുണ്ടെങ്കിൽ അവർക്കും 15, അത്തരത്തിലേക്ക് നമ്മൾ താരിഫ് റിഡക്ഷൻ കൊടുക്കുകയാണ് അമേരിക്കൻ പ്രോഡക്റ്റുകൾ ഇന്ത്യക്കുള്ളിൽ എത്താൻ. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖല അഗ്രികൾച്ചർ പ്രോഡക്റ്റ്. അമേരിക്കൻ അഗ്രികൾച്ചർ ഫാം പ്രോഡക്ട്സിന് ഇന്ത്യക്കുള്ളിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഇളവ് നൽകുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയിലുള്ള ഈ ഐറ്റംസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ കർഷകർക്ക് ഒരു കോമ്പറ്റീഷൻ ആവും. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവരുടെ കച്ചവടം പൂർണ്ണമായിട്ട് പൂട്ടിക്കെട്ടുമെന്നുള്ള വാദമൊന്നും എനിക്കില്ല. കാരണം US നിന്നും ഇറങ്ങുന്ന പ്രോഡക്റ്റിന് ഒരു ബേസ് റേറ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റ് തന്നെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ഇന്ത്യൻ പ്രോഡക്റ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ഇതിനെ നോക്കിക്കാണാം. ഇതിലൊന്ന്, ഫോർ എക്സാമ്പിൾ, അമേരിക്കയിൽ നിന്നും നട്ട്സ് ഇറക്കുമതി ചെയ്യുന്നു വെച്ചോ. നട്ട്സ്, അമേരിക്കൻ നട്ട്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നു. ഫോർ എക്സാമ്പിൾ ബദാം, നല്ല ക്വാളിറ്റിയുള്ള ബദാം ആയിരിക്കും വരുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രൈസ് ഉയർന്ന പ്രൈസ് തന്നെയായിരിക്കും. ഇന്ത്യൻ ബദാം പല കാറ്റഗറിയിൽ വരും. അപ്പോൾ അതേപോലെ പല പ്രൈസ് റേഞ്ചിലുള്ളതുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇവിടെ ഇന്ത്യൻ ബദാമിന് നമ്മളൊരു 1200 രൂപ വില കൊടുക്കുന്നതെന്ന് വെച്ചോ. പക്ഷേ അതേസമയം അമേരിക്കൻ ബദാമിന് നമ്മൾ ഒരു 2000 ആ റേഞ്ചിൽ കൊടുക്കേണ്ടി വരുന്ന വെച്ചാൽ ഒരു നിശ്ചിത അളവിൽ, ഒരു എക്സാമ്പിളിനാണ് ഞാൻ പ്രൈസ് പറയുന്നത്, ആക്യുറേറ്റ് മാർക്കറ്റ് പ്രൈസ് ഒന്നും ഇവിടെ ചാലഞ്ച് ചെയ്യരുത്, ഒരു എക്സാമ്പിൾ. അപ്പോൾ അമേരിക്കൻ ബദാം 2000 ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രോഡക്റ്റ് 1200 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. ഇന്ത്യൻ പ്രോഡക്റ്റിന് അത്രത്തോളം പ്രൈസ് റേഞ്ച് ഉയർത്തി കൊടുക്കാനുള്ള ഒരു മാർജിൻ അവിടെ കിട്ടുന്നുണ്ട്, ഒരു സ്പേസ്, മാർക്കറ്റ് സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. അവിടെ ആ റേറ്റ് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇന്ത്യക്കുള്ളിൽ തീരുമാനിക്കാം. ഇനി അതേസമയം അമേരിക്കൻ പ്രോഡക്റ്റ് ഉയർന്ന വിലയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കുള്ളിൽ ഈ പ്രോഡക്റ്റിനെ കോമ്പറ്റീറ്റീവ് പ്രൈസിൽ വിൽക്കാൻ ആ ഒരു പ്രൈസ് ഗ്യാപ്പ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതേസമയം പർപ്പസ്ഫുള്ളി ആൾക്കാർ കൂടുതലായിട്ട് അമേരിക്കൻ നട്ട്സിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ ക്വാളിറ്റി, അതായത് കൂടുതൽ പണം മുടക്കി അമേരിക്കൻ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റിയുള്ള കസ്റ്റമേഴ്സ് എത്രത്തോളം ഉണ്ടോ ആ കസ്റ്റമേഴ്സൊക്കെ തീർച്ചയായിട്ടും അമേരിക്കൻ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു പർച്ചേസ് ഡിസ്പാരിറ്റി ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊരു തരത്തിൽ നല്ലതാണ്. ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുത്ത് ഇന്ത്യക്കുള്ളിൽ ഇന്ത്യക്കാർക്ക് കൊടുക്കാനും ഇനിയെങ്കിലും ഇന്ത്യയിലുള്ള കമ്പനികൾ ശ്രദ്ധിക്കുമെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എന്തൊക്കെ അമേരിക്കൻ അഗ്രികൾച്ചർ ഫാം പ്രോഡക്ട്സിന് ഇന്ത്യക്കുള്ളിൽ ഇളവ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ
ഡ്രൈഡ് ഡിസ്റ്റിലേഴ്സ് ഗ്രൈൻസ്, റെഡ് സോർഗം. ഈ റെഡ് സോർഗം എന്ന് പറയുന്നത് 50% ഇപ്പോൾ ചൈനയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അനിമൽ ഫീഡിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഫുഡായിട്ട് ഉപയോഗിക്കാം, ഇല്ല എന്നില്ല. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ റിച്ച് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. സോയാബീൻ അല്ല, റെഡ് സോർഗമാണ്. അപ്പോൾ ഇത് ഗ്ലൂട്ടിൻ ഫ്രീ ആയിട്ടുള്ള വളരെ ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് അമേരിക്കയിൽ ശരിക്കും ടെക്സസ്, കാൻസാസ്, നെബ്രാസ്ക, നോർത്ത് ഡക്കോട്ട ഇവിടെയൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ കർഷകർക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ്. അതേപോലെ ട്രീ നട്ട്സ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ നട്ട്സ്, ആൽമണ്ട്, ബ്രേസിൽ നട്ട്, കാഷ്യൂസ്, ഹേസൽ നട്ട്സ്, മെക്കാഡമിയാസ്, പീനട്ട്സ്, പീക്കൻസ്, പിസ്താഷ്യോസ്, വാൾനട്ട്, പംകിൻ സീഡ്, പെപ്റ്റിയാസ്, സൺഫ്ലവർ സീഡ്, സെസമേ സീഡ്, സ്ക്വാഷ് സീഡ്, ഇങ്ങനെയുള്ള പല പ്രോഡക്റ്റുകളും ഇനി ഇന്ത്യക്കുള്ളിൽ ഇറങ്ങി വരും. ഇതെല്ലാം തന്നെ അമേരിക്കൻ പ്രോഡക്റ്റ് ആണ്. ഇതൊക്കെ ഓൾറെഡി ഇന്ത്യക്കുള്ളിൽ ഉള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ്. പല രാജ്യങ്ങളിലും ഇത് ഇന്ത്യക്കുള്ളിൽ ഇറക്കുമതി ആവുന്നുണ്ട്. അതോടൊപ്പം അമേരിക്കൻ പ്രോഡക്റ്റും മാർക്കറ്റിൽ എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഗൾഫിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളിൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇന്ത്യക്കുള്ളിലും ഉൽപ്പാദനമുണ്ട്, പക്ഷേ വൻതോതിലില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഷഫ്ലിംഗ് ഉണ്ടാക്കും, അത് ഉറപ്പാണ്. അതുപോലെ ഫ്രഷ് പ്രോസസ്ഡ് ഫ്രൂട്ട്സ്, അതായത് ഈ ഫ്രഷ് ഫ്രൂട്ടുകളെ ഉണക്കി ഡ്രൈ ആക്കിയിട്ട് വരുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അല്ലാതെ മധുരം ചേർത്ത് അത് ഡ്രൈ ചെയ്ത് പാക്ക് ചെയ്യുന്ന അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസിനെല്ലാം തന്നെ ഈ താരിഫ് കട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ സോയാബീൻ ഓയിൽ, സോയാബീൻ അല്ല സോയാബീൻ ഓയിൽ, അതുപോലെ പിന്നെ വൈൻ, മദ്യം, ഇതിനെല്ലാം തന്നെ അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് താരിഫ് ഇളവ് കൊടുത്തുകൊണ്ട് ഇന്ത്യ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ ഇന്ററിം ബൈലേറ്ററൽ പാക്റ്റിലൂടെ താരിഫ് ഇളവ് കൊടുത്തിരിക്കുകയാണ്. ഈ മേഖലകളിൽ ഇന്ത്യ കോംപ്രമൈസ് ചെയ്യുന്നതിനെ വലിയ ഉപകാരമായിട്ടാണ് അമേരിക്ക കാണുന്നത്. അമേരിക്കയുടെ ഉള്ളിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയ്ക്കാണ് ശരിക്കും അഗ്രികൾച്ചർ ആൻഡ് ഫാം പ്രോഡക്ട്സ്, അതിനാണ് ഇന്ത്യ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡയറി പ്രോഡക്ട്സിനും അതുപോലെ തന്നെ ഈ GM ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനും ഇന്ത്യ നോ പറഞ്ഞിട്ടുണ്ട്. ആ തീരുമാനത്തിൽ ഇന്ത്യ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ അമേരിക്ക 18% താരിഫ് ചാർജ് ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നും കയറി പോകുന്ന ഒരു സാധനങ്ങളുണ്ട്. അതിന്റെ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ എന്താണോ അമേരിക്കയ്ക്ക് നമ്മൾ താരിഫ് കുറച്ചിരിക്കുന്നത് ആ സെയിം കാറ്റഗറിക്ക് തന്നെയാണ് അമേരിക്ക 18% താരിഫ് ആക്കിയിരിക്കുന്നത്. കാരണം അത് റെസിപ്രോക്കൽ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽസ്, മിഷനറീസ്, ലെതർ ഗുഡ്സ്, പ്ലാസ്റ്റിക് ആൻഡ് റബ്ബർ പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ഗാർമെന്റ്സ്, ഓർഗാനിക് കെമിക്കൽസ്, ഹോം ഡെക്കേഴ്സ്, ഇതിനെല്ലാം തന്നെ 18% താരിഫ്. ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന സാധനത്തിന് 18% താരിഫ് അമേരിക്ക ചാർജ് ചെയ്യും. ഇപ്പോൾ ഈ എഗ്രിമെന്റ് ജസ്റ്റ് വൺ സൈഡ് കൺസെഷൻ അല്ല, ഇത് ബോത്ത് സൈഡിലേക്ക് മ്യൂച്വൽ ആയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ഗോൾ. പിന്നെ ഇതിലൂടെ എന്തുമാത്രം പർച്ചേസ് ആണ് നടക്കാൻ പോകുന്നത്, ട്രേഡ് ഡെഫിസിറ്റ് എത്രമാത്രം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് നോക്കിക്കാണാനാണ് ഈ ഇടക്കാല കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത് ഫ്യൂച്ചറിലേക്ക് കൂടുതൽ അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് ഇന്ത്യ താരിഫ് ഇളവ് കൊടുക്കാനുള്ള സാധ്യതകൾക്ക് വഴിയൊരുക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ അമേരിക്കയുടെ ഉള്ളിൽ ഇന്ത്യയുടെ ജനറിക് മെഡിസിൻസിന് താരിഫ് ഉണ്ടാവില്ല. അതുപോലെ ജെംസ് ആൻഡ് ഡയമണ്ട്സിന് താരിഫ് ഉണ്ടാവില്ല. അതുപോലെ എയർക്രാഫ്റ്റ് പാർട്സുകൾക്കും താരിഫ് ഉണ്ടാവില്ല. ഇത് വളരെ നിർണായകമായിട്ടുള്ള ഡിസിഷനാണ്. ഈ എയർക്രാഫ്റ്റ് സ്പെയർ പാർട്സുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് SMEs കമ്പനികളുണ്ട് ഇവിടെ, എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികൾ. അവരെല്ലാം തന്നെ അമേരിക്കൻ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ തുടങ്ങേണ്ടി വരും. അതുപോലെ ഈ SME സെക്ടറിൽ നല്ല രീതിയിൽ എക്സ്പോർട്ടിംഗ് നടന്നു കഴിഞ്ഞാൽ, അമേരിക്കൻ എക്സ്പോർട്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ ഇവിടെ SME കമ്പനികളിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ SMEs എന്ന് പറയുന്നത് ചെറുകിട തൊഴിൽ സംരംഭകരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ചില എയർക്രാഫ്റ്റ് പാർട്സുകൾക്കുള്ള താരിഫ് റിഡക്ഷൻ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്, സ്പെയർ പാർട്സുകൾക്ക്. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്, അസംബ്ലി ലൈൻ യൂണിറ്റ് ഒക്കെ സ്ഥാപിക്കുന്ന പല ഫോറിൻ കമ്പനികളും അവർക്കുള്ള സ്പെയർ പാർട്സുകൾ അവർ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നെങ്കിൽ അതിന് താരിഫ് റിഡക്ഷൻ കിട്ടും. അങ്ങനെ താരിഫ് റിഡക്ഷൻ കിട്ടുന്ന പക്ഷത്തിൽ ഇതുപോലത്തെ കമ്പനികളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും ഇന്ത്യക്കുള്ളിൽ. അപ്പോൾ അതിലൂടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് ലക്ഷ്യമിടുന്നത്. ഇത് ഇന്ത്യയെ അമേരിക്കയുടെ എയറോസ്പേസ് സപ്ലൈ ചെയിൻ മേഖലയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്കാളിയായിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഏവിയേഷൻ പ്രോഡക്റ്റുകൾ, കൂടുതൽ എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള സ്പെയർ പാർട്സുകൾ ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കാനുള്ള പുതിയ പുതിയ കമ്പനികൾ ഇന്ത്യക്കുള്ളിൽ ഉണ്ടാവും. അതായത് പല അമേരിക്കൻ കമ്പനികളും അവരുടെ സ്പെയർ പാർട്സുകൾ ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കമ്പനികൾ ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരും എന്നുള്ളതാണ് മെയിനായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ റെഗുലേറ്ററി ഡിലേസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് നിയമ തടസ്സങ്ങൾക്കുള്ള ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ക്ലിയറൻസ് പ്രോസസ്സ് എളുപ്പമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ കംപ്ലയൻസസിന്റെ അൺസർട്ടനിറ്റി അത് ഒഴിവാക്കാനും ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ഡിവൈസസിനുള്ള മാർക്കറ്റ് ഇന്ത്യക്കുള്ളിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ത്യ വിൽ അഡ്രസ് ലോങ് സ്റ്റാൻഡിംഗ് ബാരിയർ ഫോർ അമേരിക്കൻ മെഡിക്കൽ പ്രോഡക്ട്സ്. അതായത് ഒരുപാട് കാലം കൊണ്ട് അമേരിക്കയുടെ ഉള്ളിലുള്ള എക്യുപ്മെന്റ്സ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, സർജിക്കൽ എക്യുപ്മെന്റ്സ്, അതേപോലത്തെ സാധനങ്ങളൊക്കെ ഇന്ത്യക്കുള്ളിൽ ഇറക്കാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. തടസ്സങ്ങളൊന്നുമില്ല, താരിഫാണുള്ളത്.
അപ്പോൾ ആ താരിഫിൽ നിർണായകമായിട്ടുള്ള ഇളവുകൾ കൊണ്ടുവരികയാണ്. ഇതിലൂടെ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റുകൾ, വീൽ ചെയർ ആയിക്കോട്ടെ, അതേപോലെ നെബുലൈസേഷൻ മെഷീൻസ്, അതുപോലെ തന്നെ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്കുള്ള സകലമാന ഉപകരണങ്ങളും, നല്ല ക്വാളിറ്റിയുള്ള ഉപകരണങ്ങൾ താരിഫ് കുറഞ്ഞുള്ള വിലയിൽ ഇന്ത്യക്കുള്ളിൽ അവൈലബിൾ ആവും. അപ്പോൾ അതുകൊണ്ട് നല്ല പ്രോഡക്ട്സ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, ഈ പ്രോഡക്റ്റ് ഇന്ത്യക്കുള്ളിൽ ഇറങ്ങുമ്പോൾ ഇന്ത്യക്കുള്ളിൽ ഈ സെയിം കാറ്റഗറിയിൽപ്പെട്ട പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഇതിനകത്ത് കാണിക്കേണ്ടി വരും. അവർ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നെങ്കിൽ അവർക്ക് അമേരിക്കൻ സ്റ്റാൻഡേർഡ് നിർബന്ധമാണ്, പ്രത്യേകിച്ച് മെഡിക്കൽ പ്രോഡക്റ്റിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ മെഡിക്കൽ മേഖലയിൽ നടന്നിരിക്കുന്ന ഈ ഒരു വിഷയം രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ ഉള്ളിലാണെങ്കിൽ ജനറിക് മെഡിസിൻസ് പലതും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് യൂറോപ്യൻ മാർക്കറ്റിൽ ഇരുന്ന് പോകുന്ന ബ്രാൻഡഡ് മെഡിസിൻസിനെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യൻ പ്രോഡക്റ്റ്, ഇന്ത്യൻ ഫാർമസി ജനറിക് മെഡിസിൻസ് ഡയറക്റ്റ് ആയിട്ട് അമേരിക്കയിലേക്ക് പോകുമ്പോൾ അവർക്ക് മെഡിക്കൽ ഹെൽത്ത് സെക്ടറിൽ അമേരിക്കയുടെ ഉള്ളിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ മെഡിക്കൽ മേഖലയിൽ കൊണ്ടുവരുന്ന താരിഫ് ഇളവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഇന്ത്യക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, അതായത് ഈ മുട്ട് മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ, അപ്പം അങ്ങനത്തെ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ലോങ് ലാസ്റ്റിംഗ് പ്രോഡക്റ്റുകൾ ഇന്ത്യക്കുള്ളിൽ അവൈലബിൾ ആവും. പല സർജറികളും പൈസയുള്ള ആൾക്കാർ അമേരിക്കയിൽ പോയി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ക്വാളിറ്റി സർവീസ് എല്ലാം തന്നെ ബെറ്റർ ആയിട്ട് കിട്ടുന്നതുകൊണ്ടാണ്. ഒരുപാട് അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനികളാണ് ഇന്ത്യക്കുള്ളിലുള്ള പല ഹോസ്പിറ്റൽസും ഇപ്പം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പലരും ഓൾറെഡി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. പലപ്പോഴും ഇപ്പം നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ നല്ല സർവീസ് ഒക്കെ കിട്ടുന്നുണ്ടാവാം. പക്ഷേ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റും കൂടി ഇനി നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ്. ഫോർ എക്സാമ്പിൾ ഓർത്തോ സർജറി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള നട്ടും ബോൾട്ടും സ്റ്റീലും സ്ക്രൂ ഒക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള പല മാറ്റങ്ങൾ ഇന്ത്യക്കുള്ളിൽ ഈ മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടാവും. അതേസമയം ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഇതിനെക്കുറിച്ച് മാറി ചിന്തിക്കേണ്ടത് അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തമാണ്. ഏത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം, ഏത് വെൻഡറിനെ ഹോസ്പിറ്റലിൽ സർജിക്കൽ എക്യുപ്മെന്റ്സ് അഥവാ ഇതേപോലത്തെ സർജിക്കൽ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാൻ ഏൽപ്പിക്കണം എന്നുള്ളതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കേണ്ട വിഷയമാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ സാധനം ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് ചോദിച്ചാൽ അവൈലബിൾ ആണ്. ഇത് മെഡിക്കൽ മേഖലയിൽ ഹൈ കോമ്പറ്റീഷൻ ഉണ്ടാക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ അഗ്രികൾച്ചർ മേഖലയിൽ നോൺ താരിഫ് ബാരിയർ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഫർദർ ആയിട്ട് ഡിസ്കഷൻ നടത്തും. അതിൽ കൂടുതൽ റിസർച്ച് നടത്തും ആ മേഖലയിൽ. എന്നിട്ട് ഇന്ത്യക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ, അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്കുള്ളിൽ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല എന്ന് ഇന്ത്യ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ഇത് അമേരിക്കയ്ക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് കൂടുതൽ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ ഇന്ത്യ വാങ്ങും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് $500 ബില്യൺ വർത്ത് വരുന്ന പ്രോഡക്റ്റ് ഇന്ത്യ പർച്ചേസ് ചെയ്യും, അതായത് 5 വർഷം കൂടുമ്പോൾ. അതാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്ന അടുത്തൊരു പോയിന്റ്. അപ്പോൾ ഇതിനകത്ത് 5 വർഷം കൂടുമ്പോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് വലിയ ഒരു സംഗതിയല്ല ശരിക്കും. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ഒരു എഗ്രിമെന്റ് അമേരിക്കയുമായിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് P8I എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന 6 വിമാനങ്ങൾ വാങ്ങാനുള്ള എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തപ്പോൾ തന്നെ $80 ബില്യൺ ആണ് അതിന്റെ കോസ്റ്റ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 500 ബില്യൺ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ എഗ്രിമെന്റിൽ തന്നെ $80 ബില്യൺ കരാറാണ് വെച്ചിരിക്കുന്നത് ഒറ്റ ടൈമിൽ. അപ്പോൾ ഇത് 500 ബില്യൺ എന്നുള്ളത് എത്ര എളുപ്പത്തിൽ ഇന്ത്യ കവർ ചെയ്യും എന്നുള്ളത് നമുക്കൊട്ടും തന്നെ സംശയിക്കേണ്ടതില്ല. കാരണം ഇതിനകത്ത് ഈ ചെറിയ പ്രോഡക്റ്റുകൾ മാത്രമല്ല, ഈ 500 ബില്യന്റെ പ്രോഡക്റ്റ് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എനർജി തന്നെ. എണ്ണ വാങ്ങിച്ചാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എയർക്രാഫ്റ്റ് ആൻഡ് പാർട്സ്, ഇതും നല്ല രീതിയിൽ വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. പ്രീഷ്യസ് മെറ്റൽസ്, ടെക്നോളജി പ്രോഡക്ട്സ്, അത് ഈ IT സർവീസുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി പ്രോഡക്ട്സ്, അമേരിക്കൻ IT സോഫ്റ്റ്വെയർ വാങ്ങിച്ചാലും അത് ഇതിൽ പെടും. പിന്നെ കുക്കിംഗ് കോൾ, പിന്നെ കൽക്കരി, ഇതെല്ലാം തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മേഖലകളാണ്. അപ്പം 500 ബില്യൺ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ് ഇന്ത്യ ഈ എഗ്രിമെന്റിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് പലരും 500 ബില്യൺ വർത്തുള്ള പ്രോഡക്റ്റ് ഇന്ത്യ വാങ്ങിക്കും എന്ന് പറയുമ്പോഴത്തേക്കും അതെങ്ങനെ സാധിക്കും, അത് വർഷങ്ങളെടുത്താലും നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എമൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വളർന്നു വരുന്ന ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയുടെ ആ ഒരു എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യക്കുള്ളിൽ വികസിപ്പിക്കുന്ന ഏവിയേഷൻ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നമ്മൾ പല പ്രോജക്റ്റുകൾ, എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ, ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ്, ഇതെല്ലാം തന്നെ നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് SME കമ്പനികൾക്ക് നമ്മൾ ISROയുടെ വർക്കുകളായിക്കോട്ടെ, അതുപോലെ തന്നെ DRDOയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് SME കമ്പനികളായിക്കോട്ടെ, ഇവരെല്ലാം തന്നെ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 500 ബില്യൺ എന്നുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ ഇന്ത്യയെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ്. പക്ഷേ ഇപ്പോൾ 500 ബില്യൺ എഴുതിയത് കൊണ്ട് നമ്മൾ എഴുതി കണക്ക് കൂട്ടി കൃത്യമായിട്ട് ഈ ഒരു 500 ബില്യണിൽ നമ്മൾ നടത്തും. ഇതൊരു വർഷത്തേക്കല്ല, 5 വർഷത്തിലാണ്. 5 വർഷം കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ 500 ബില്യൺ
പർച്ചേസ് അമേരിക്കയിൽ നിന്ന് നടത്തണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. നമ്മൾ എന്തുകൊണ്ടാണ് ഈ പർച്ചേസ് എന്നാക്കിയത്? പല രാജ്യങ്ങളും ഇതിനെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതായത് ഇപ്പോൾ ജപ്പാൻ പോലത്തെ രാജ്യങ്ങൾക്കൊക്കെ 500 ബില്യൺ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തോ, സൗത്ത് കൊറിയ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തോ, തായ്വാൻ നിങ്ങൾ ഇത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തി നിങ്ങൾ അമേരിക്കയുടെ ഉള്ളിലേക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യൂ, ഇങ്ങനെയൊക്കെയാണ് നിർദ്ദേശങ്ങൾ. പക്ഷേ ഇന്ത്യ വളരെ ബുദ്ധിപൂർവ്വം 500 ബില്യൺ ഞങ്ങൾ പർച്ചേസ് ചെയ്തോളാം എന്ന് പറഞ്ഞിരിക്കുന്നതിന് കാരണം നമ്മൾ ഇത് അമേരിക്കയുടെ അടുത്തല്ലെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് പർച്ചേസ് ചെയ്യും. ആ ഒരു ഏരിയയാണ് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പിച്ച് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ അമേരിക്കയുടെ പക്കൽ നിന്ന് വാങ്ങിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട സാഹചര്യം നമുക്കുണ്ട്. അങ്ങനത്തെ പ്രോഡക്റ്റാണ് നമ്മൾ അമേരിക്കയുടെ സൈഡിൽ നിന്ന് വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഗ്യാപ്പ്. ഇല്ലാന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ നിർദ്ദേശം, ട്രംപിന്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ $500 ബില്യൺ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അമേരിക്കയിൽ. അതിന് ഇന്ത്യ തയ്യാറല്ല. അപ്പം ഇതിനെയാണ് സ്ട്രാറ്റജിക് എക്കണോമിക് എൻഗേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. അത് നല്ല ബുദ്ധിപൂർവ്വം നമ്മളുടെ മിനിസ്റ്റേഴ്സ് അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ രീതിയിലെങ്കിലും ഈ ഒരു കരാറ് തയ്യാറായിരിക്കുന്നത്. അതുപോലെ ടെക്നോളജി കോർപ്പറേഷൻ എക്സ്പാൻഷൻ, ഇതിൽ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് വരുന്നുണ്ട്, ഡേറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നുണ്ട്, GPU അഡ്വാൻസ്ഡ് ചിപ്സ് വരുന്നുണ്ട്, നല്ല സെമി കണ്ടക്ടർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരം മേഖലകളിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ധാരണയായിട്ടുണ്ട്. അത് ഈ എഗ്രിമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടെക് കൊലാബറേഷൻ ഈസ് ദ കോർ പില്ലർ ഓഫ് ദിസ് റിലേഷൻഷിപ്പ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് രാജ്യങ്ങൾക്കും മാർക്കറ്റ് ആക്സസ് കിട്ടുന്നുണ്ട്, റെഗുലേറ്ററി അലൈൻമെന്റ് ഉണ്ട്, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷനും ഉണ്ട്. അതുപോലെ ഇന്ത്യയും US-ഉം രണ്ടുപേരും സംയുക്തമായിട്ട് ഡീപ്പർ ലെവലിൽ താരിഫ് കട്ടിന് വേണ്ടിയിട്ട് ഇനിയും ശ്രമിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് രണ്ടുപേരും ട്രസ്റ്റഡ് ആയിട്ട് തന്നെ ഇതിന്റെ നെഗോസിയേഷനിൽ തുടർന്ന് സഞ്ചരിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് രണ്ട് രാജ്യങ്ങളുടെയും വളർച്ച, ഗ്രോത്ത്, ജോബ് ക്രിയേഷൻ, എംപ്ലോയ്മെന്റ്, അതുപോലെ ടെക്നോളജി ട്രാൻസ്ഫർ, സപ്ലൈ ചെയിൻ റീഅലൈൻമെന്റ്, ഇൻക്രീസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്, $100 ബില്യൺ എക്സ്പാൻഷൻ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഇന്ററീം ട്രേഡ് പാക്ട് അവസാനിക്കുന്നത്. ഇതൊക്കെയാണ് ഈ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യപ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ അത് ഞാൻ ഇവിടെ പൂർണ്ണമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ചോദ്യങ്ങളെല്ലാം തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.